എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വേനൽക്കാലമായാലും മഴക്കാലമായാലും ഒക്കെ നമ്മുടെ റോസാറ്റിൽ മുരടിപ്പ് ബാധിക്കാറുണ്ടല്ലേ. മഴ സമയത്ത് കൂടുതലും ഇലകൾ മഞ്ഞ നിറമായിട്ട് പൊഴിഞ്ഞു പോവുകയും കമ്പുകൾ കറുത്തു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേനൽക്കാലത്ത് നല്ലവണ്ണം അതായത് ഇലകളൊക്കെ ചുരുണ്ട് മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5 മില്ലി വേപ്പെണ്ണയും അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളിയുടെ നന്നായിട്ട് ചതച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ റോസാറ്റിലുള്ള ഇലകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ആ മുരടിപ്പും പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പോൾ മുരടിച്ച ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കൊഴിയാറാകുന്ന സമയത്ത് പൂക്കളൊക്കെ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോസാ ചെടിക്ക്. പ്രൂൺ ചെയ്താൽ മാത്രമേ ആ താഴെ നിന്ന് പുതിയ തളിർപ്പുകൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നല്ലവണ്ണം കട്ട കുത്തിപ്പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ ഓരോ സമയത്തും അതിൻ്റെ വളപ്രയോഗമാണ് ഓരോ ചെടിക്കും ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ടും ഒക്കെ സഹായിക്കുന്നത്. നമ്മൾ അതാത് സമയങ്ങളിൽ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ചെടികളൊക്കെ മുരടിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സറി ബഡ് റോസ് ഒക്കെ മുരടിച്ച് നശിച്ചു പോകുന്നതായിരിക്കും. പ്രത്യേകിച്ച് റോസാ ചെടിക്ക് മുരടിപ്പ് ബാധിക്കുന്നതുകൊണ്ടാണ് ആ ചെടിയിൽ പൂക്കളൊന്നും ഉണ്ടാവാതിരിക്കുന്നത്. കുരുട്ട് പിടിച്ച പൂക്കളും കുരുട്ട് പിടിച്ച മുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള ഒരുപാട് അതൊക്കെ തടയാനായിട്ടുള്ള, അതൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കറക്റ്റ് അതാത് സമയങ്ങളിൽ 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ നല്ലൊരു കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ജൈവവളമായിട്ടും ഒക്കെ മാറി മാറി നമ്മുടെ റോസയിലൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ 1 കപ്പ് വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയുടെ ചേർത്ത് കൊടുത്തു. തേയിലപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ധാരാളം NPK അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി വന്ന ഒരു പഴമാണ്. ഇത് കുറച്ച് കറുത്തു പോയി. അപ്പോൾ ഞാനതെടുത്ത് അതിൻ്റെ തൊലിയാണെങ്കിലും മതി കേട്ടോ. ഇപ്പോൾ പഴം തന്നെ വേണമെന്നില്ല, തൊലിയാണെങ്കിലും ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഴം ബാക്കി വന്നതുകൊണ്ട് ഞാൻ ആ പഴം മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഈ പഴത്തൊലിയിലും ധാരാളം NPK അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല NPK എന്ന് പറയാൻ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അറിയാൻ മേലാത്തവർക്കാണ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ജൈവവളമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ആ പഴവും അതുപോലെ തന്നെ കുറച്ച് ചായയുടെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല റിസൾട്ട് കൂടും ഇങ്ങനെ ഇടുന്നതിനെക്കാട്ടി. അപ്പം നമുക്ക് നമ്മുടെ ചെടികൾക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അരച്ചെടുക്കുക. അപ്പം നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കി വന്ന കട്ടൻ ചായയിലോട്ട് അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം, ഏതെങ്കിലും ഒരു അടപ്പുള്ള പാത്രമായിരിക്കണമെന്ന് മാത്രം. ഇത് നമുക്ക് ഒരാഴ്ചത്തേനങ്ങ് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഒരാഴ്ച അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു നല്ല രീതിയിൽ ഒരു ജൈവവളമായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇളക്കി. ഇതിലൂടെ തുടങ്ങി ഒരു പീസ് ശർക്കരയുടെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. അതോട് ഇട്ടെടുത്താൽ നല്ല അടിപൊളിയാണ്. ശർക്കര നല്ല മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നല്ലതാണ് ശർക്കര ഇതിലൂടെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അടപ്പുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാവുള്ളൂ. ഇപ്പോൾ ചെറിയ പ്രാണികൾ പോലും കടന്നു ചെല്ലരുത്. അങ്ങനെ വൃത്തിയായിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ബക്കറ്റിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വേണമെങ്കിൽ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ വീര്യം കൂടത്തേ ഉള്ളൂ. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ കാറ്റ് കയറാത്തതും അതുപോലെ തന്നെ അടച്ചുറപ്പുള്ളൊരു പാത്രമായിരിക്കണമെന്ന് മാത്രം. ഇനി ഞാൻ അതിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് പുളിച്ച കഞ്ഞിവെള്ളമാണ് 2-3 ദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കഞ്ഞിവെള്ളവും നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ്. കീടശല്യം മാറാനായിട്ടും മുരടിപ്പ് മാറാനായിട്ടും ഒക്കെ കഞ്ഞിവെള്ളം നല്ലതാണ്. കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം എന്ന് നിങ്ങൾക്കറിയാം. അതും പുളിപ്പിച്ച കഞ്ഞിവെള്ളം. അപ്പം ഇത് രണ്ടും കൂടെ ആകുമ്പം നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 4 ലിറ്റർ 5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം കഞ്ഞി വെള്ളത്തിന് നല്ല തിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴവും എല്ലാം കൂടെ അരച്ച് എല്ലാത്തിനും തേയിലവെള്ളവും എല്ലാം കൂടെ അതിന് നല്ലതായിട്ടൊരു കൊഴുപ്പുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും മതി നേർപ്പിച്ചിട്ട് നമുക്ക് ഇനി ചെടികളിൽ ഓരോ കപ്പ് വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറി മുതൽ ഏത് ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. മസ്റ്റായിട്ട് നിങ്ങളിത് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇതുപോലെ ഒരുപാട് മുട്ടുകളൊക്കെ വന്ന് നിറയാൻ സഹായിക്കും. 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ചെടിയുടെ പൂക്കളൊക്കെ വന്ന് പോയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നിട്ട് നമുക്ക് ഈ ഒരു വളം ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പിടികിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലവണ്ണം പുതിയ തളിർപ്പുകളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നു. അപ്പം മുരടിപ്പ് മാറാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്തു കൊടുക്കാൻ മറക്കല്ല കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ചെടികളിൽ ധാരാളം പുതിയ തളിർപ്പുകൾ വരികയും അതുപോലെ തന്നെ അതിൽ പൂമൊട്ടുകൾ നിറയുകയുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങളും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.